ഹായ് ഓൾ. ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ എത്തോസ് ഫോർ മാനേജ്മെൻറ്റ്. ഇന്ത്യൻ എത്തോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇന്ത്യൻ ബിലീഫ് ആൻഡ് ഐഡിയാസ് ദാറ്റ് ആക്ച്വലി ഗൈഡ്സ് ആൻ ഇൻഡിവിജ്വൽ. Indian ethos in management refers to the values and practices prevailed in the culture of India, which can contribute to service leadership and management. ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളതായ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവയാണ് ഇന്ത്യൻ എത്തോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ എത്തോസ് ഫോർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താണ്? ഇന്ത്യൻ എത്തോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സെൽഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് ഓഫ് സൊസൈറ്റി. ഇത് എഴുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളത് എന്തിലാണ്? ദീസ് പ്രിൻസിപ്പിൾസ് ആർ റിട്ടൺ ഇൻ ദ സേക്രഡ് ബുക്സ് ലൈക്ക് വേദാസ്, ഉപനിഷത്സ് ആൻഡ് ഭഗവത്ഗീത. ഇങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ എത്തിക്കൽ പ്രാക്ടീസസ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എത്തോസ് അല്ല അവിടെ ഫൗണ്ടേഷനായിട്ട് ബേസായിട്ട് നിൽക്കുന്നത്, മറിച്ച് വെസ്റ്റേൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ വെസ്റ്റേൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഡ്യൂറിങ് 18th and 19th centuries. അതൊരു ഹിസ്റ്ററിയാണ്, അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ ഈ ഇന്ത്യൻ എത്തിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ എത്തോസ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ മാനേജ്മെൻറ്റ് മേഖലകളിൽ ഇന്ത്യൻ എത്തോസ് കൊണ്ടുവരാനുള്ള ഒരു അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ, ബിസിനസ് സ്റ്റഡീസിലൊക്കെ ഇന്ത്യൻ എത്തോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ബ്രിങ് ദോസ് പ്രിൻസിപ്പിൾസ് ടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ടുഡേയ്സ് മാനേജ്മെൻറ്റ്. ഇന്ത്യൻ എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നത് വഴി മാനേജീരിയൽ പ്രോബ്ലംസിനൊക്കെ ഒരു ഇന്ത്യൻ എത്തിക്കൽ രീതിയിലുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ്. First one, each soul is a potential God. ഓരോ ഇൻഡിവിജ്വലിനും ഒരു ഡിവിനിറ്റി ഉണ്ട്. ആൻഡ് ആ ഡിവിനിറ്റിയെ മനസ്സിലാക്കിയിട്ട് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് മീൻസ് ഇൻ്റഗ്രേറ്റഡ്. സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി, വൺനെസ്. മാനേജ്മെൻറ്റിൽ യൂണിറ്റി കൊണ്ടുവരിക. എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, യൂണിറ്റി, ആ ഒരു ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. Such an integrated human personality of self-developed manager and worker can assure best and competent management of any enterprise involving collective works and efforts. Equal importance to subjectivity or objectivity. Subject എന്നാൽ delicate and intangible ആണ്. Object എന്നാൽ concrete and tangible or visible എന്നാണ് അർത്ഥം. അപ്പോൾ സബ്ജക്റ്റീവായിട്ടുള്ള ഘടകങ്ങൾ, അതായത് കറേജ്, അവെയർനെസ്, സോഷ്യൽ അവെയർനെസ്, വിഷൻ, ഫിയർലെസ്നെസ്, ഇൻറ്റഗ്രിറ്റി മുതലായിട്ടുള്ള സബ്ജക്റ്റീവ് ഘടകങ്ങൾ കൂടി ചേർന്നാലേ എന്തുണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ? ഒരു ടാഞ്ചിബിൾ റിസൾട്ട് കമ്പനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 4, കർമ്മയോഗ, സെൽഫ്ലെസ് വർക്ക്, പെർഫോമിംഗ് വൺസ് ഡ്യൂട്ടീസ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ടു ദ റിസൾട്ട്. പെർഫോമിംഗ് ഡ്യൂട്ടീസ് വിത്ത് ഡെഡിക്കേഷൻ. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, കർമ്മത്തിൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നന്നായിട്ട് ചെയ്യുക. 5, യോഗ കർമാസു കൗശലം. യോഗ ഈസ് എക്സലൻസ് ഇൻ ആക്ഷൻ, പെർഫോമിംഗ് വൺസ് ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് സ്കിൽ ആൻഡ് കെയർ. ഒരു ഓർഗനൈസേഷൻ അവരുടെ പെർഫോമൻസിൽ അറ്റ്മോസ്റ്റ് സ്കില്ലും കെയറും കൊടുത്ത് ചെയ്യുക. ഷുഡ് സ്ട്രൈവ് ഫോർ എക്സലൻസ്. എപ്പോഴും എക്സലൻസിന് വേണ്ടി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡ്യൂട്ടിയിൽ എന്താ പറയുന്നത്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. 6, കൊളാബറേഷൻ. കൊളാബറേഷൻ ഈസ് എ ഗ്രേറ്റ് ടൂൾ ഫോർ ടീം വർക്ക് ആൻഡ് സക്സസ് ഇൻ എനി ബിസിനസ് ഡിമാൻഡ്സ് ബിസിനസ്.
The royal pathway of human beings according to Indian ethos is cooperation. ഒരു ഓർഗനൈസേഷനിൽ കോപ്പറേഷനും കോർഡിനേഷനും ഉണ്ടാകണം, എന്നാലേ അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുള്ളൂ. ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ എത്തോസ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നീഡ് ആൻഡ് റെലവൻസ് ഓഫ് ഇന്ത്യൻ എത്തോസ് ആണ്. ഇന്ത്യൻ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കുഡ് ബി അപ്ലൈ ടു ദ ഫോളോയിങ് ഏരിയാസ്. ഇന്ത്യൻ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ചില ഏരിയാസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എത്തിക്കൽ ബിഹേവിയർ ഈസ് ഗൈഡഡ് ബൈ ഇന്നർ വാല്യൂസ് സച്ച് ആസ് ഓണസ്റ്റി, റെസ്പെക്ട് ഫോർ ഓൾ ലൈഫ് ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് വെൽത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ബട്ട് ഇൻ ആൻ എത്തിക്കൽ മാനർ, socially respectable and sustainable way. Prosperity and well-being of all including stakeholders, society, environment and future generation. അപ്പോൾ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിരിക്കണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അതൊരു സോഷ്യലി റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. എത്തിക്കൽ ബിഹേവിയർ ഈസ് ഗൈഡഡ് ബൈ ഇന്നർ വാല്യൂസ്. സോ നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം. അതൊക്കെയാണ് മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂമനൈസിങ് ദി ഓർഗനൈസേഷൻ. എംപ്ലോയീസ് ഹോൾ ബീയിങ് വിത്ത് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. ഒരു എംപ്ലോയിയെ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ നീഡ്സ് ഒക്കെയുള്ള ഒരു ഹോൾ ബീയിങ് ആയിട്ട് കാണുക. ഹ്യൂമനൈസിങ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് കാണുക. ഹ്യൂമൻ ബീങ്സിനെ വെറും ഒരു വർക്കറായിട്ടല്ലാതെ ഒരു ഹോൾ ബീയിങ് ആയിട്ട് കാണുക. മോട്ടിവേഷൻ ഫോർ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്താലേ കമ്പനിക്ക് പ്രോപ്പറായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയുള്ളത് എംഫസിസ് ഓൺ ഇന്നർ ഫുൾഫിൽമെൻ്റ് ആണ്. എംഫസിസ് ഓൺ ഇന്നർ ഫുൾഫിൽമെൻറ്റ്. സക്സസ് ഈസ് നോട്ട് സോൾലി മെഷർഡ് ബൈ മെറ്റീരിയൽ വെൽത്ത് ബട്ട് ഓൾസോ ബൈ ഇന്നർ ഫുൾഫിൽമെൻറ്റ്, personal growth and contributions to society. Focus is on creating value that benefits both the organization and the broader community. അപ്പോൾ അതിൻ്റെ കുറച്ച് സബ് പോയിൻറ്റ്സ് ഇവിടെ പറയുന്നത്: ഇൻറ്റീരിയറൈസിങ് മാനേജ്മെൻറ്റ്, സെൽഫ് ഇൻട്രോസ്പെക്റ്റിംഗ് ഓർ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ബ്രെയിൻ സ്റ്റില്ലിംഗ്, സ്റ്റെപ്പിംഗ് ബാക്ക് ഫോർ എ വൈൽ, സെൽഫ് ഡൈനാമൈസിങ് മെഡിറ്റേഷൻ, റോൾ ഓഫ് ഇൻഡ്യൂഷൻ. ഇതൊക്കെ അതിന് സബായിട്ട് വരുന്നതാണ്. ഇൻറ്റീരിയറൈസിങ് മാനേജ്മെൻറ്റ് എന്നാൽ സെൽഫ് മാനേജ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ ഓഫ് വൺസ് ഓൺ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് എക്സെട്ര. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എ ഡിസയർ ടു റെഡ്യൂസ് ആൻഡ് സബ്ഡ്യൂ ദ ഈഗോ. നമ്മളെ തന്നെ പഠിച്ചാൽ നമുക്ക് ഈഗോ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബ്രെയിൻ സ്റ്റില്ലിംഗ്, എ സൈലൻറ്റ് മൈൻഡ് ഈസ് എ നെസസിറ്റി. ചില സന്ദർഭങ്ങളിൽ സൈലൻസ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ. ഫോർ റാഷണൽ ആൻഡ് എൻജോറിങ് ഡിസിഷൻസിൽ ചിലപ്പോഴൊക്കെ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. ബ്രെയിൻ സ്റ്റില്ലിംഗ് ഓർ മെഡിറ്റേറ്റീവ് സൈലൻസ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ടു ഡിസ്കവർ സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിച്ച് സീം ടു ബി ഡിഫിക്കൽട്ട് ടു ബി ടാക്കിൾ ബൈ റീസൺ ആൻഡ് ഇൻ്റലക്ട്. റീസൺ കൊണ്ട് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത ചില പ്രോബ്ലംസിന് സൈലൻസ് കൊണ്ട് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്റ്റെപ്പിംഗ് ബാക്ക്, never decide anything, never speak a word, never throw yourself into the action without stepping back. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വരും. അതൊരു നല്ല മുന്നേറ്റത്തിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും. സെൽഫ് ഡൈനാമൈസിങ് മെഡിറ്റേഷൻ, കോൺഷ്യസ്നെസ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലോവർ കോൺഷ്യസ്നെസ് ഇൻ ടു ഹയർ കോൺഷ്യസ്നെസ്. ഒരു മെഡിറ്റേഷൻ പോലെ തന്നെ നമ്മുടെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ പോലെയുള്ളൊരു കാര്യം തന്നെയാണിതും. പിന്നെ റോൾ ഓഫ് ഇൻഡ്യൂഷൻ. ഇൻഡ്യൂഷൻ ഈസ് ദ ആക്ട് ഓഫ് കമ്മിങ് ടു ഡയറക്റ്റ് നോളജ് ഓർ സർട്ടനിറ്റി വിത്തൗട്ട് റീസണിങ് ഓർ ഇൻഫറിങ്. ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് കോഗ്നിഷൻ ഓഫ് ദി ഇന്നർ മൈൻഡ് ആൻഡ് വെൻ ഫുള്ളി ഡെവലപ്ഡ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ഫോർ ടേക്കിംഗ് പ്രോംപ്റ്റ് ആൻഡ് സൗണ്ട് ഡിസിഷൻസ്. ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റോൾ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത്
കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കഴിഞ്ഞ 2 വീഡിയോസ് ഇട്ടിരുന്നു ഈ എത്തിക്സിൻ്റെ. അതിൽ പറഞ്ഞു പോയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ വർക്ക് പ്ലേസും നീഡ് ഫോർ സെക്യൂരിറ്റി. ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർക്ക് പ്ലേസിൽ ഇന്ത്യൻ എത്തോസ് പ്ലേസസ് എ സ്ട്രോങ് എംഫസിസ് ഓൺ റിലേഷൻഷിപ്പ് ബോത്ത് വിത്ത് ദ ഫാമിലി ആൻഡ് ഇൻ ദ വർക്ക് പ്ലേസ്. കൾച്ചർ എൻകറേജസ് ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സിന് ഇപ്പം നമ്മളൊരു കമ്പനി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോസിന് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എംപ്ലോയീസിനൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡോർ ടു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കംപ്ലയിൻസ് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടൊരു ഒരു അവസരം, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നത്, അതൊക്കെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ള സ്ഥലത്തെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റേ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. Modern management can learn from this emphasis on workplace relationship by fostering a positive organizational culture. Need for security എന്നാൽ ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു ഓർഗനൈസേഷനിലെ മോട്ടിവേറ്റഡ് ലോയൽ എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്, സെക്യുലർ വേഴ്സസ് സ്പിരിച്വൽ വാല്യൂസ് ഇൻ മാനേജ്മെൻറ്റ്. അതായത് ഇൻ മാനേജിങ് എ ബിസിനസ് കൺസേൺ, സെക്യുലർ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. Therefore, one should have knowledge about the secular and spiritual values. സെക്യുലർ വാല്യൂസ് ഉണ്ട്, സ്പിരിച്വൽ വാല്യൂസ് ഉണ്ട്. സെക്യുലർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ റിലീജിയനെ ഫേവർ ഒന്നും ചെയ്യാതെ ഉള്ള വാല്യൂസ് സെക്യുലർ ആണ്. ഒരാളെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. സ്പിരിച്വൽ എന്നാൽ നമ്മളൊരു റിലീജിയനെ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്കതിനെ സ്പിരിച്വൽ എന്ന് പറയാം. അങ്ങനെ നമുക്ക് കിട്ടിയ വാല്യൂസ്, അതാണ് സ്പിരിച്വൽ വാല്യൂസ്. Secular values are rooted in the principles and practices that are generally independent of religious or spiritual beliefs. They focus on objective, rational and often material aspects of management. Secular values എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും, റാഷണൽ ആയിരിക്കും, ഒബ്ജക്റ്റീവും ആയിരിക്കും. അതാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഇൻ ദ സെൻസ് ഔട്ട്കം, ഫോക്കസ് ഓൺ റിസൾട്ട് ഓർ ഔട്ട്കം, അതാണ് ഉദ്ദേശിക്കുക. സെക്യുലർ വാല്യൂസ്. ഇന്ത്യൻ കൺസെപ്ഷൻ ഓഫ് secularism required that there shall be no state religion and the state shall treat all religions equally. ഇന്ത്യൻ സെക്യുലറിസം നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഒരു പർട്ടിക്കുലർ റിലീജിയനെ ഫേവർ ചെയ്യുന്നില്ല, എല്ലാ റിലീജിയനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസം. ബട്ട് ഇൻ ജനറൽ സെക്യുലറിസം മീൻസ് നോൺ റിലീജിയസ്. പക്ഷെ ജനറലി സ്പീക്കിംഗ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നോൺ റിലീജിയസ് എന്നാണ് അർത്ഥം. പിന്നെയോ, ദ സെക്യുലർ വാല്യൂസ് ആർ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. ഫാക്ട്സിനും എവിഡൻസിനും സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും ഒക്കെയാണ് ഈ സെക്യുലർ വാല്യൂസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസേ സെക്യുലർ ആയിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ, ഫാക്ട്സ് ആയിരിക്കണം. Secularism means being materialistic and being task oriented for managers. Secularism is a professional value which completely ignores the difference of caste, color, religion, culture, etc. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സെക്യുലറിസം എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ ട്രൂത്തിന് റെസ്പെക്റ്റിംഗ് ഫോർ ആൻഡ് സെർച്ച് ഫോർ ഓൾ ട്രൂത്ത്. കൺസേൺ ഫോർ ദിസ് വേൾഡ്. നമ്മൾ ഈ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ ആഫ്റ്റർ ലൈഫിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയാണോ അതിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. കൺസേൺ ഫോർ ദിസ് വേൾഡ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഒന്നും അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. പ്രൈമറി പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സൊസൈറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണലിസം, ഡിസിഷൻ ടേക്കൺ ഷുഡ് നോട്ട് ബി ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം.
പിന്നെ മെറ്റീരിയൽ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത്. സെക്യുലറിസം ആൻഡ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സെക്യുലറിസം ലീഡ്സ് ടു ഹ്യൂമാനിറ്റേറിയൻ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പീസ്, ഗുഡ് വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ബ്രദർഹുഡ് ഫോസ്റ്റർ ചെയ്യുന്നു. ഇതൊക്കെയാണ് സെക്യുലറിസത്തിൽ പറഞ്ഞു പോകുന്നത്. ഇനി നമ്മൾ സ്പിരിച്വലിസം നോക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ വാല്യൂസ് നോക്കുകയാണെങ്കിൽ, spiritual means religious. Spiritual values on other hand are based on the principles that align with the deeper, often religious and philosophical beliefs. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനൊക്കെ ഒരു സ്പിരിച്വൽ മീനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതലും റിലീജിയസ് ബിലീഫ്സ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബിലീഫ്സ്, അതിനൊക്കെ ഉള്ള ആ ഒരു ഡീപ്പർ പ്രാധാന്യം, അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ വാല്യൂസ് എന്ന് പറയുക. In other words, spiritual means relating to or affecting the human spirit or soul as opposed to material or physical things. സെക്യുലറിസത്തിൽ പറയുന്ന ആ ഒരു മെറ്റീരിയൽ ഓർ ഫിസിക്കൽ തിങ്സിൻ്റെ ഒപ്പോസിഷനാണ് സ്പിരിച്വലി പറയുക. എന്താ പറയുന്നത്? റിലേറ്റിംഗ് ടു ഓർ അഫക്റ്റിംഗ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഓർ സോൾ. മറ്റേതിൽ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ സോൾ, അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, മറ്റേതിൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു, ഇത് സബ്ജക്റ്റീവാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. സ്പിരിച്വൽ പീപ്പിൾ ബിലീവ് ദാറ്റ് വർക്ക് ആൻഡ് റിലീജിയൻ ആർ ടു സൈഡ് ഓഫ് എ കോയിൻ. സ്പിരിച്വൽ വാല്യൂസ് ബിലീവ് ചെയ്യുന്ന ആളുകൾ എന്താണ് വിശ്വസിക്കുന്നത്? വർക്കും റിലീജിയനും രണ്ട് ഡിഫറെൻ്റ് എൻറ്റിറ്റീസ് അല്ല, ഒരേ കോയിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ദീസ് വാല്യൂസ് എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ്, പർപ്പസ്, ദ വെൽബീങ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വാല്യൂ ബേസ്ഡ് ലീഡർഷിപ്പ്, പർപ്പസ് ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്, അതിനൊക്കെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക. പേഴ്സൺസ് ഹാവിംഗ് ഗുഡ് ക്യാരക്ടർ ആർ ഓൾസോ സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് ദേ ആർ ഗുഡ് ലീഡേഴ്സ്. ദീസ് പീപ്പിൾ ആർ ഓൾസോ സ്പിരിച്വൽ ബിലീവേഴ്സ് ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. അത്രയൊക്കെയാണ് സ്പിരിച്വലിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് സ്പിരിച്വലിസം നോക്കുകയാണെങ്കിൽ ഡിവൈൻ ക്വാളിറ്റീസ് such as self-respect, respect for God, belief in giving than taking, respect for elders, satisfaction, etc. അതൊക്കെ ഉണ്ടാവും. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് അവർ വിശ്വസിക്കും. വൺ ഷുഡ് വർക്ക് വിത്ത് മോർ കോൺഫിഡൻസ്, ലോയൽറ്റി, ഡെഡിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് റിസൾട്ട്സ്. കൺട്രോൾ ഓവർ മൈൻഡ് ഓർ സെൽഫ് ഡിസിപ്ലിൻഡ്. സ്പിരിച്വൽ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. Control over mind helps in proper usage of our time, energy and other resources. Belief in religion. Obviously spiritual values follow ചെയ്യുന്ന ഒരാൾ ഏതെങ്കിലും ഒരു റിലീജിയനിൽ വിശ്വസിക്കുന്നുണ്ടാവും. People from different caste, culture follow different religion, believe in different God. അതൊക്കെയാണ് ഫീച്ചേഴ്സിൽ പെടുക. ഇനി സ്പിരിച്വലിസം ആൻഡ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് പ്രിവലൻ്റ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് വർക്ക് ലൈഫ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് മാൻകൈൻഡ് ടുഡേ ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രൈസിസ് ഇൻ ഹിസ്റ്ററി. എന്താണത്? ദിസ് ഈസ് due to lack of adjustment of human spirit to the startling development in science and technology. ഇവിടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ മാൻകൈൻഡ് നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് സയൻസിലും ടെക്നോളജിയിലും ഒക്കെയുള്ള ഡെവലപ്മെൻറ്റ് മൂലം സ്പിരിച്വൽ വാല്യൂസിനൊരു പ്രാധാന്യം കൊടുക്കാതെ വരുന്നുണ്ട്. ലാക്ക് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് എക്സാമ്പിൾസ് വെർ ബോത്ത് സ്പിരിച്വലിസം ആൻഡ് സെക്യുലറിസം ആർ റിലവൻറ്റ്. സ്പിരിച്വലിസവും സെക്യുലറിസവും റെലവൻ്റ് ആവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. സ്പിരിച്വലായിട്ട് ഫോളോ ചെയ്തിരുന്നതായിരിക്കാം, പക്ഷെ ഡ്യൂ ടു സയൻറ്റിഫിക് റീസൺസ് അത് സെക്യുലറും ആകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. വേർഷിപ്പ് ഓഫ് തുളസി മിക്ക വീടുകളിലും ഉള്ള ഒരു വളരെ മൂല്യം ഉള്ളൊരു ചെടിയാണ്, ഔഷധ മൂല്യമൊക്കെ ഉള്ളൊരു ചെടിയാണ്. അപ്പം ചില ട്രഡീഷണൽ രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിലൊക്കെ തുളസിത്തറ ഉണ്ടാവും. സന്ധ്യാസമയത്ത് ദീപമൊക്കെ തെളിയിക്കും.
പിന്നെ അതിരാവിലെയൊക്കെ ഈ തുളസിക്ക് വെള്ളമൊഴിച്ച് അതിനെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നത് നല്ലതാണ് എന്നൊക്കെ വിശ്വസിച്ച് വരുന്ന ചില വീടുകളുണ്ട്. അപ്പം അവിടുത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇവിടുത്തെ ഒരു സയൻറ്റിഫിക് റീസൺ ആണ് പറയാൻ പോകുന്നത്. ഈ തുളസിത്തറയിൽ ഇപ്പോൾ ദീപം തെളിയിക്കുന്നു പറഞ്ഞല്ലോ, അതൊരു സത്യത്തിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറഞ്ഞാൽ സെക്യുലറിസം ബിലീവ്സ് ദാറ്റ് ലൈറ്റിംഗ് എ ലാമ്പ് ഇൻ തുളസി കിൽസ് ഇൻസെക്ട്സ്. അപ്പം ഈ തുളസിത്തറയുടെ അവിടെ ദീപം തെളിയിക്കുന്നതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്? അങ്ങനെ ദീപം തെളിയിച്ച ഇൻസെക്ട്സ് ഒന്നും വരില്ല. ആൻഡ് നമ്മൾ പറഞ്ഞു സെക്യുലറിസം അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള വാല്യൂസ് ബിലീവ് ചെയ്യുന്ന ആളുകൾ ഈ ഫാക്ട്സിനും എവിഡൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഫാക്റ്റാണ് പറയുന്നത്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ് പറഞ്ഞത് ദീപം തെളിയിച്ച ഇൻസെക്ട്സ് വരില്ല എന്ന്. അപ്പോൾ അത് സെക്യുലർ ആയിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെ ഈ ദീപം തെളിയിക്കുന്നതിന് സയൻറ്റിഫിക് റീസൺ കൊടുത്തിട്ട് സെക്യുലർ ആയിട്ടുള്ള ആളുകളും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ആൻഡ് സെക്യുലർ വാല്യൂസിന് റെലവൻസ് വരികയാണ് ഈ വർഷിപ്പ് ഓഫ് തുളസിയിൽ. മനസ്സിലായില്ലേ? അതുപോലത്തെ ഒരു എക്സാമ്പിളാണ് ടച്ചിങ് ഫീറ്റ് ഓഫ് എൽഡേഴ്സ്. അതും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കാല് തൊട്ട് വന്ദിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള സ്പിരിച്വൽ മീനിങ് എന്താണ്? അങ്ങനെ തൊട്ട് വന്ദിക്കുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ് കിട്ടും. അപ്പം ഇതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. വൈൽ സെക്യുലർ വാല്യൂ സേസ് ദാറ്റ് ബ്ലഡ് സർക്കുലേഷൻ ഈസ് മെയിൻറ്റെയിൻ ബൈ ഡൂയിങ് ഇറ്റ്. അപ്പം ഈ കാല് തൊട്ട് വന്ദിക്കുക എന്നതിൻ്റെ പിന്നിലുള്ള സയൻസ്, നമ്മളങ്ങനെ കുനിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും അങ്ങനെ ചെയ്യുന്നത് വഴി. അപ്പം ഈ ഒരു കാര്യം സെക്യുലർ വാല്യൂസിൽ വിശ്വസിക്കുന്ന ആളുകൾ ഏറ്റെടുത്തു. സ്പിരിച്വൽ മീനിങ് എന്താ? ബ്ലെസ്സിങ് കിട്ടും. സയൻറ്റിഫിക് അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം ആ ഒരു മീനിങ് സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അവർ ഉൾക്കൊണ്ടു. അങ്ങനെ ഈ ഒരു കാര്യവും സ്പിരിച്വൽ ആൻഡ് സെക്യുലർ വാല്യൂവിൽ റെലവൻസ് ഉള്ളതായിട്ട് മാറി. ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് ഞാനല്ല, ഇതിൽ പറഞ്ഞു വന്നത് ഈ വർഷിപ്പ് ഓഫ് തുളസിയും ടച്ചിങ് ഫീറ്റ് ഓഫ് എൽഡേഴ്സും ഒരു കാലത്ത് സ്പിരിച്വലായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനൊക്കെ സയൻറ്റിഫിക് റീസൺ വരാൻ തുടങ്ങിയപ്പോൾ അത് സെക്യുലറും കൂടെ ആയിട്ട് മാറി എന്നാണ് പറയാൻ വന്നത്. ഓക്കെ ഇനി ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മോഡലാണ് നോക്കാനുള്ളത്. An integrated business model refers to a strategic approach where a company combines various functions and processes within its organization to optimize efficiency and reduce cost. Maximum productivity with minimum cost. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This can involve integrating different aspects such as production, distribution, marketing and customer service to facilitate operations and deliver value to customers. Between departments leading to improved overall performance and competitive advantage. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മോഡൽ ഇവിടെ പെർഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. ടൈപ്സ് ഓഫ് ബിസിനസ് ഇൻ്റഗ്രേഷൻ മോഡൽ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് എന്നാണ് കേട്ടോ മീനിങ്. അതായത് കമ്പൈൻ വൺ തിങ് വിത്ത് അനദർ ടു ഫോം എ ഹോൾ. ഇതിൽ തന്നെയുള്ള ടൈപ്സ് ആണ് പറയുന്നത്. ഇൻ്റഗ്രേഷൻ മോഡലിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് മക്കിൻസീസ് 7Sഉം പോർട്ടേഴ്സ് വാല്യൂ ചെയിനും. അങ്ങനെ 2 എണ്ണമാണുള്ളത്. മക്കിൻസീസ് 7S നമുക്ക് ആദ്യം നോക്കാം. മക്കിൻസി ഈസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് കമ്പനി ദാറ്റ് ഹാസ് ബീൻ അറൗണ്ട് സിൻസ് ദ 1920s. ഈ ഒരു പേരിങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ അറിവില്ല. മക്കിൻസി എന്നാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. 1920s മുതൽ ഉള്ള ഒരു കമ്പനിയാണ്, മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് കമ്പനിയാണിത്. ഇവിടെ 1970s കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 2 എംപ്ലോയീസാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തത്. ഈ മക്കിൻസീസ് 7S കോർഡിനേഷൻ, മാനേജ്മെൻറ്റിലെ കോർഡിനേഷനിലുള്ള പ്രാധാന്യത്തെ അല്ലെങ്കിൽ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണിത്. ഇത് തന്നെ ഈ 7S തന്നെ
2 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹാർഡ് ഫാക്ടേഴ്സും മറ്റേത് സോഫ്റ്റ് ഫാക്ടേഴ്സും. ഹാർഡ് ഫാക്ടേഴ്സ് എൻ്റെ കീഴിൽ 3 എണ്ണം, സോഫ്റ്റ് ഫാക്ടേഴ്സിൻ്റെ കീഴിൽ 4 എണ്ണമാണ് വരുന്നത്. അങ്ങനെ 7 S. ഹാർഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസി ടു ഐഡൻറ്റിഫൈ ബൈ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അതിൽ വരുന്നതാണ് സ്ട്രാറ്റജി, സിസ്റ്റംസ്, സ്ട്രക്ചർ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹൗ തിങ്സ് ആർ ഓർ ഷുഡ് ബി ഡൺ ഇൻ ഓർഡർ ടു അച്ചീവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു ഓർഡർലി തിങ്സിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഗോൾസ് ആണെങ്കിലും അതിനൊരു ഓർഡർ ഉണ്ടാവണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡറിൽ പക്ക ഓർഡറിൽ ഉണ്ടാക്കുന്ന പ്ലാൻസ്, അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുക. സിസ്റ്റംസ് എന്ന് പറഞ്ഞാലോ tools and technical infrastructures that go a long way in helping employees achieve their potential. എംപ്ലോയീസിന് അവരുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ്, മെഷീൻസ്, അതൊക്കെയാണ് സിസ്റ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ ഓർഗനൈസേഷണൽ ആൻഡ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഡിപ്പാർട്ട്മെന്റ്സ് ആർ സെറ്റ് അപ്പ് ടു എൻഷുർ ദാറ്റ് ദ ബിസിനസ് ആസ് ഹോൾ ഈസ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ്. എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഒരു സ്ട്രക്ചർ ഉണ്ട്, ആൻഡ് ആ സ്ട്രക്ചറിൽ പറയുന്ന എന്താ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു മാനേജ്മെൻറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ്. റിപ്പോർട്ടിംഗ് ഷുഡ് ബി മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വാല്യൂ ഈസ് ആഡഡ് ടു ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻഡിവിജ്വൽ. ഇനി സോഫ്റ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിരിക്കും, ഹാർഡ് ടു ഐഡൻറ്റിഫൈ ആണ്, പിന്നെ അത് നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ഇൻ ഓർഡർ ടു അച്ചീവ് ഡിസൈർഡ് ബിസിനസ് ഇൻ്റഗ്രേഷൻ. ഈ സോഫ്റ്റ് ഫാക്ടേഴ്സ് ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് പറയുന്നത്. അതിൽ 4 എണ്ണം വരുന്നുണ്ട്. ഷെയർഡ് വാല്യൂ, സ്റ്റാഫ്, സ്കിൽസ്, സ്റ്റൈൽ. ഷെയർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ കൾച്ചർ ആൻഡ് നോംസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, അതാണ് ഉദ്ദേശിക്കുക. സ്റ്റാഫ് എന്നാൽ അവിടുത്തെ എംപ്ലോയീസിനെ, വർക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫ് മെമ്പേഴ്സ് ഹാവ് ടു ബി ഒപ്റ്റിമലി മോട്ടിവേറ്റഡ് ഇൻ ഓർഡർ ടു അച്ചീവ് productivity or profitability, better profitability of the organization. Skills, ability to do things well. Skills ensure that technology is used to create and add value to the bottom line of a company. Skilled ആയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിലാണെങ്കിലും സ്കിൽ ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന കമ്പനീസ് ഒക്കെ ഉണ്ട്, കാരണം സ്കിൽ മാറ്റേഴ്സ്, അതാണ്. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദ വേ ദാറ്റ് ടോപ്പ് ഓഫീസേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ചൂസ് ടു റൺ ദ ബിസിനസ്. ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേ ഓഫ് അച്ചീവിങ് ദ ഗോൾസ് ആണുള്ളത്. ആ ഡിഫറെൻറ്റ് വേ ഓഫ് അച്ചീവിങ് ദ സെറ്റ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതിനെയാണ് സ്റ്റൈൽ എന്ന് പറയുക. പല അപ്രോച്ച് ഫോളോ ചെയ്യുന്നവരുണ്ടാവും, പലർക്കും പല സ്റ്റൈലായിരിക്കും. അതാണ് ആ ഓർഗനൈസേഷനെ യുണീക്ക് ആക്കുന്നത്. അപ്പം ഇത്രയാണ് മക്കിൻസീസ് 7S പറയുന്നത്. 7S ഫ്രെയിം വർക്കിൽ ഇത്രയാണ് പറയുന്നത്. ഇനി പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ മോഡലാണ് അടുത്തത് നോക്കാനുള്ളത്. അവിടെ തൊട്ട് അങ്ങോട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.